കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ ബെല്ലി ബട്ടണിന്, അതായത് നമ്മുടെ പൊക്കിളിൽ സംഭവിക്കുന്ന 6 മാറ്റങ്ങളെ പറ്റിയിട്ടാണ്. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഓരോ ശരീരഭാഗങ്ങളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകും. ഒരു സ്ത്രീക്ക് ഫസ്റ്റത്തെ പ്രഗ്നൻസിയിലുണ്ടായ ലക്ഷണമായിരിക്കില്ല സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കൂടപ്പിറപ്പുകൾക്കാണെങ്കിലും ഒരു ചേച്ചിക്ക് ഉണ്ടാകുന്ന ലക്ഷണമായിരിക്കില്ല അനിയത്തിക്ക് ഉണ്ടാകുന്നത്. ഇവർക്ക് 2 പേർക്കും ഉണ്ടായ ലക്ഷണങ്ങളായിരിക്കില്ല നിങ്ങളുടെ അമ്മയ്ക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളുണ്ട്. ഇതിനെ ആദ്യം കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ബോഡിയെ ശ്രദ്ധിക്കുക. നമ്മളുടെ ശരീരത്തിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുതൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഒരുപാട് പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നിജൂസ് വേൾഡ് എന്ന് പറയുന്ന നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ പ്രസ് ചെയ്യുക. അതിൽ ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്നൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഡിഫറെൻറ്റ് പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ട് വീഡിയോസ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് അതിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ യൂട്രസിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ യൂട്രസിൽ സംഭവിക്കുന്ന പല വ്യത്യാസങ്ങളും നമ്മുടെ പൊക്കിളിൻ്റെ ഭാഗത്തും നമ്മുടെ ലോവർ അബ്ഡമൻ ഭാഗത്തും അതുപോലെ തന്നെ നേരെ പുറകിൽ നിൽക്കുന്ന നമ്മുടെ നടുവിൻ്റെ ഭാഗത്തുമൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. ഇങ്ങനെ പൊക്കിളിൽ സംഭവിക്കുന്ന സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങളിൽ ഏറ്റവും ആദ്യത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് ചൊറിച്ചിലാണ്. പ്രഗ്നൻ്റ് ആകുമ്പോൾ ചൊറിച്ചിലുണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചൊറിച്ചിലുണ്ടാകും. കാരണം ഏറ്റവും കൂടുതൽ നമുക്കിത് അനുഭവപ്പെടുന്നത് നമ്മുടെ ഫസ്റ്റത്തെ പ്രഗ്നൻസിയിലായിരിക്കും. നമ്മുടെ യൂട്രസ് അതുവരെ എക്സ്പാൻഡ് ആയിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഫ്ലാറ്റ് ടമ്മി ഉള്ളവരുണ്ടാവുമല്ലോ, അതായത് വയറൊട്ടുമില്ലാതെ ഒട്ടിയിരിക്കുന്നവരുണ്ടാകും. ഇങ്ങനെയുള്ളവർക്ക് യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അതിന് ചുറ്റുമുള്ള മസിൽസിൻ്റെ ആ ഒരു എക്സ്പാൻഷനൊക്കെ വളരെ എളുപ്പത്തിൽ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. പൊക്കിളിന് ചുറ്റുമുള്ള ഏരിയ, അതുപോലെ അവരുടെ ലോവർ അബ്ഡമൻ്റെ ഭാഗം, പൊക്കിളിനും ലോവർ അബ്ഡമനും ഇടയിലുള്ള ഭാഗം, ഇവിടെയൊക്കെ നിങ്ങൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ആ ഭാഗത്തോട്ട് നമ്മുടെ യൂട്രസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ വെയിൻസൊക്കെ, ആ ഭാഗത്തുള്ള വെയിൻസൊക്കെ ഒന്ന് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങും. ഇതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് നമ്മുടെ നേവൽ പോർഷനിൽ, നമ്മുടെ പൊക്കിളിൻ്റെ ഭാഗത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുമ്പോഴേക്കും എന്തെങ്കിലും ലോഷൻ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോഷനും കയ്യിലില്ലെങ്കിൽ കോക്കനട്ട് ഓയിലാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആശ്വാസം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. രണ്ടാമതായിട്ട് സംഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് കുത്തി വേദന വരികയാണ്. പൊക്കിളിൻ്റെ അവിടെ വേദന എടുക്കുക എന്ന് പറയില്ലേ, ആ ബുദ്ധിമുട്ട്. ശരിക്കും നമുക്ക് വേദന ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ ആ യൂട്രസ് എക്സ്പാൻഡ് ആകുമ്പോൾ ആ ഭാഗത്തൊക്കെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു പ്രഷർ നമുക്ക് കൂടുതലായിട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ആ പൊക്കിളിൻ്റെ ഭാഗത്തും വളരെ കുത്തിയായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നു. നമുക്ക് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത്, അതായത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുതൽ തന്നെ കുത്തുന്നത് പോലെയും കൊളുത്തി വലിക്കുന്നത് പോലെയൊക്കെയുള്ളൊരു വേദന വയറിൽ ഫീൽ ചെയ്യാറില്ലേ. ഇതിൻ്റെ ഒരു സെൻസേഷൻ നമുക്ക് പൊക്കിളിൻ്റെ ഭാഗത്തും അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ. മൂന്നാമതായിട്ടുണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ബെല്ലി ബട്ടന് ഉണ്ടാകുന്ന വര. നമ്മുടെ ബെല്ലി ബട്ടനെ ക്രോസ് ചെയ്തിട്ട് ലോവർ അബ്ഡമൻ ഭാഗത്തും അടിവയറിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റിന് ഏകദേശം അടുക്കെയുള്ള ആ ഒരു ഭാഗത്തും ഒക്കെ ഒരു വര വരാറുണ്ട്, കറുത്ത വര. ലീനിയ നീഗ്ര എന്നാണ് ഈ വരയുടെ പേര്. പ്രഗ്നൻ്റ് ആകുന്ന ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു വരയാണിത്. ചിലർക്ക് സെക്കൻഡ് ട്രൈമസ്റ്ററൊക്കെ ആവുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഉണ്ടാകുന്നത്. ചിലർക്ക് നോർമലി ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ തന്നെ ഇതിൻ്റെ കളർ കൂടുതലായിട്ടും വരാനായിട്ട് തുടങ്ങും. നമുക്ക് ചില ആളുകൾക്കൊക്കെ ഓൾറെഡി ഇതുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ട് കുറച്ചൊന്ന് ഡാർക്കായിട്ട് വരുന്നത് ഈ പ്രഗ്നൻസി സമയത്ത് ഫീൽ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഇതുള്ളവർക്ക് ഇതിപ്പോൾ ലൈറ്റ് ആയിട്ടായിരിക്കും ഈ ഒരു വര കാണുന്നത്. ഇനി അത് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത്, നിങ്ങൾക്ക് സെക്കൻഡ് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ആ വര കുറേയും കൂടി ഡാർക്കായിട്ടും അനുഭവപ്പെടും കേട്ടോ. ഇത് പൊക്കിളിലുണ്ടാകുന്ന ഒരു മാറ്റമാണ്. നാലാമത്തെ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ബെല്ലി ബട്ടൺ ഭയങ്കര ഹാർഡായിട്ട് അനുഭവപ്പെടുക. നമുക്ക് പൊക്കിളിൻ്റെ അവിടെ തൊടുമ്പോൾ തന്നെ ഭയങ്കര ഒരു കട്ടിപ്പ്, അതായത് ഒരു കല്ലപ്പ് നമുക്ക് അനുഭവപ്പെടുക. ഏകദേശം ബ്ലോട്ടിംഗ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ വയറിങ്ങനെ നീര് വീഴുന്ന സമയത്തോ അല്ലെങ്കിൽ വയറിലെ ഭക്ഷണം ദഹിക്കാതെ കിടക്കുന്ന സമയത്തോ വയറ് ഗ്യാസ് വന്ന് തിങ്ങി നിൽക്കുന്ന സമയത്തോ ഒക്കെ ആയിരിക്കും നമുക്കത് അനുഭവപ്പെടുന്നത്. നോർമലി ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വയറൊന്ന് ഞെക്കി നോക്കിക്കേ, ബെല്ലി ബട്ടൻ്റെ അവിടെ ഒന്ന് ഞെക്കി നോക്കിക്കേ, അത് ഉള്ളിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് നല്ലോണം ഫീൽ ചെയ്യില്ലേ. പക്ഷേ ഗ്യാസ് വന്ന് തിങ്ങി നിൽക്കുന്ന സമയത്ത് നിങ്ങളതൊന്ന് ഞെക്കി നോക്കിയേ, അത്ര എളുപ്പത്തിൽ അതങ്ങോട്ട് ഉള്ളിലോട്ട് പോവില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് അനുഭവപ്പെടുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഗ്യാസ് ഫോം ചെയ്യുന്ന എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ കുമ്പിട്ട് നിവർന്ന് ഒരുപാട് ജോലികൾ ചെയ്തപ്പോൾ വയറ് നീര് വീണു, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾക്കിത് ഒരു തവണ ഉണ്ടാവുന്നതൊക്കെ നോർമലാണ്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, ബെല്ലി ബട്ടൻ്റെ അവിടെയൊക്കെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻ്റ് ആയതിൻ്റെയും കൂടി ഒരു സൂചനയാവും കേട്ടോ.
അടുത്ത 2 ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററൊക്കെ കഴിയുന്ന സമയത്തായിരിക്കും. നമ്മുടെ കുഞ്ഞിന് വളർച്ചയൊക്കെ ഒന്ന് ആയി വരുന്ന സമയത്തായിരിക്കും നിങ്ങൾക്കിത് അനുഭവപ്പെടുന്നത് കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസ് എളുപ്പത്തിൽ ഫീൽ ചെയ്യാം. അതായത് നിങ്ങളുടെ പൊക്കിളിൻ്റെ ഇന്നർ പോർഷൻ, പൊക്കിളിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പൊക്കിളിൽ നിങ്ങളുടെ ഇന്നർ പോർഷൻ ഉണ്ടാകും, അത് നമുക്ക് ഉള്ളിലോട്ടിരിക്കുന്ന പോർഷൻ ഉണ്ടാകും, പുറമേയുള്ള പോർഷൻ ഉണ്ടാകും. ഈ പ്രഗ്നൻ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഉള്ളിലുള്ള പോർഷൻ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും, പ്രൊജക്റ്റ് ചെയ്ത് വരാനായിട്ട് തുടങ്ങും. ഇതൊരു സെക്കൻഡ് ട്രൈമസ്റ്ററിൻ്റെ മിഡിലൊക്കെ ആവുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കേട്ടോ. ഇതുണ്ടാവുന്നത് നമ്മുടെ കുഞ്ഞ് വളരുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. 6ാമത്തേന്ന് പറയുന്നത് നമ്മുടെ ചില ആളുകൾക്കൊക്കെ ബെല്ലി ബട്ടൻ്റെ ആ ഒരു സർക്കിൾ കറക്റ്റായിട്ടുണ്ടാകും. പൊക്കിളൊന്ന് കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സർക്കിൾ കറക്റ്റായിട്ട് ആ ബെല്ലി ബട്ടൻ്റെ അറിയാനായിട്ട് സാധിക്കും. എന്നാൽ മറ്റു ചിലർക്കെന്ന് പറയുന്നത് ആ സർക്കിൾ അങ്ങനെ അറിയാൻ പറ്റില്ല, ചെറിയൊരു വര പോലെയായിരിക്കും നമുക്ക് അവിടെ കിടക്കുന്നത്. കാരണം സ്കിന്ന് വെച്ചിട്ട് ആ പോർഷൻ ഏകദേശം അങ്ങോട്ട് കവറായിട്ടുണ്ടാകും. എന്നാൽ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ സർക്കിളായിട്ടിരിക്കുന്ന ഒരു പോർഷനാണ് നിങ്ങളുടെ ബെല്ലി ബട്ടണെങ്കിൽ അത് ഭയങ്കര ഫ്ലാറ്റ് ആവാനായിട്ട് അനുഭവപ്പെടും. അതായത് നമുക്കങ്ങനെ സർക്കിൾ അവിടെ ഇല്ല, സർക്കിൾ ഫോം അവിടെ ഇല്ല എന്നുള്ള രീതിക്ക് അതിന് മാറ്റം വരാനായിട്ട് തുടങ്ങും കേട്ടോ. ഇതൊക്കെ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഞാൻ പറഞ്ഞ ബാക്കിയുള്ള ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക്, അതായത് ലാസ്റ്റ് പറഞ്ഞ 2 ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റത്തെ ട്രൈമസ്റ്ററിലും സെക്കൻഡ് ട്രൈമസ്റ്ററിൻ്റെ ആ ഒരു തുടക്കത്തിലുമൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളാണെങ്കിലും ആദ്യം പറഞ്ഞിരുന്ന ആ 4 ലക്ഷണങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ ഫീൽ ചെയ്യുന്ന, ഏകദേശം നമുക്ക് പീരിയഡ്സ് ഡേറ്റ് മിസ്സാകുന്ന അടുപ്പിച്ച് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരീരം മസ്റ്റായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളൊന്നുമില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഒരുപാട് പേരുടെ ഈ ലക്ഷണങ്ങളൊക്കെ കാണാതെ വന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസി ഈ മാസവും ഇല്ലേ എന്ന് വിചാരിച്ച് വിഷമിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെ പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. ഇൻ കേസ് എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വന്നതിന് ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ആളുകളും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത് 1.5 മാസം പ്രഗ്നൻ്റ് ആയതിനു ശേഷമാണെന്ന്. കാരണം ആ കുട്ടി ശരിക്കും ഇറഗുലർ പീരിയഡ്സ് ആയിരുന്നു, ലക്ഷണങ്ങളൊന്നും പറയത്തക്ക ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. എന്തോ ബുദ്ധിമുട്ട് വന്ന് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും പ്രഗ്നൻസി പോസിറ്റീവ്, അപ്പോൾ നോക്കിയപ്പോഴേക്കും 1.5 മാസം പ്രഗ്നൻറ്റ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. നമ്മുടെ ജീവിത രീതിയിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടും നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടുമൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതായത് നമ്മുടെ ഭക്ഷണ രീതിയിലും നമ്മുടെ ജീവിത രീതിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പീരിയഡ് ഡേറ്റിൽ നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നുണ്ടോ, ബ്ലീഡിങ്ങിൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. വളരെ പഴയ വീഡിയോസിന് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ ആ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് വേഗം കണ്ട് റിപ്ലൈ തരാനായിട്ട് സാധിക്കും. ഒരുപാട് പേര് പറയുന്നുണ്ട്, ചേച്ചി കമൻറ്റ് ഇട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും കമൻറ്റ് കാണുന്നില്ല എന്ന്. എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. സ്പാം ലിസ്റ്റിലോട്ട് പോകുന്നവരുണ്ട്, അതുപോലെ ഹെൽഡ് ഫോർ റിവ്യൂ എന്നൊരു കാറ്റഗറി പോയി കിടക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണ് പറ്റുന്നതെന്ന് അറിയില്ല. റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നില്ല ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ താഴെ ആ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.